Hello friends, welcome to SAT Centers Tuition Class 11 Maths, Chapter 5, Complex Numbers and Quadratic Equations. We will study Part 4. Please visit Part 1 to 3 before watching this video. This video live so please subscribe ചെയ്തവർക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവിൽ വരുന്ന സമയത്ത് കാണാവുന്നതാണ്. സോ ലൈവിന് ശേഷം ഒരു പക്ഷേ കാണാൻ പറ്റിയെന്ന് പറ്റില്ല. അത് ഓൺലൈനായിട്ട് ചേർന്ന കുട്ടികൾക്ക് മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ഫൈനൽ എക്സാം വരെ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. എന്താണ് ആൽജിബ്ര? നമുക്കറിയാം, കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക, ഗുണിക്കുക, ഇതൊക്കെയാണ് ആൽജിബ്ര എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് അഡീഷൻ. സോ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ തമ്മിൽ ഗുണിക്കേണ്ടത്, ഹരിക്കേണ്ടത്, അതിൻ്റെ സ്ക്വയർ റൂട്ട്, ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ആൽജിബ്രയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അഡീഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പർ എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. Suppose these are the two complex numbers. 2 plus I3 is one of the complex number and minus 6 plus I5 is another one. Clear? How to add this? ഇത് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആദ്യം കാണുന്ന റിയൽ പാർട്ട്, ദിസ് ടു, ഈ ഫസ്റ്റ് പാർട്ട് ആൻഡ് ദിസ് മൈനസ് 6. when you add this 2 plus minus 6, ഇവിടെ പ്ലസ് മൈനസ് അടുപ്പിച്ച് വരും. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മാത്സ് നമ്മൾ ചെയ്യുന്ന മൈനസ് ആണ് എടുക്കുക. ഓക്കെ, അത് രണ്ടും സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഇമാജിനറി പാർട്ടിലെ നമ്പറുകൾ 3ഉം 5, ഇത് രണ്ടും നമ്മൾ വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നു. 3 plus 5. ഓക്കെ, ഈ രണ്ട് പേരുടെയും കൂടെ ആരുണ്ട്? ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെയും ഒരു ഐ ഉണ്ട്. അപ്പോൾ ഐ നമ്മൾ എന്താണ് പുറത്തത്, സെൻറ്ററിൽ എന്താണ് പ്ലസ്. സോ ദിസ് ഈസ് ദ മെത്തേഡ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 2 മൈനസ് 6 എന്ന് പറഞ്ഞാൽ വലുതിന് ചെറുത് കുറച്ച്, വലുതിന് ചിഹ്നം. അപ്പോൾ -4 പ്ലസ് 3 plus 5 എന്ന് പറഞ്ഞാൽ 8, I8. ഓക്കെ, the addition of complex numbers satisfy the following properties. ഇനി ഈ അഡീഷൻ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് ആണ് ദ ക്ലോഷർ ലോ. എന്താണ് ക്ലോഷർ ലോ എന്ന് പറയുന്നത്? നമ്മൾ അതിൻ്റെ ഡെഫിനിഷനിലോട്ട് ഒന്നും പോകേണ്ട, വെരി ഈസിയാണ് ക്ലോഷർ ലോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ 2 + 3 ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് കിട്ടി 5 കിട്ടി. ക്ലോഷർ ലോ അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു എണ്ണൽ സംഖ്യയാണ്, ഇതൊരു എണ്ണൽ സംഖ്യയാണ്, ഇതും ഒരു എണ്ണൽ സംഖ്യയാണ്. കണ്ടോ, രണ്ട് എണ്ണൽ സംഖ്യ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് മറ്റൊരു എണ്ണൽ സംഖ്യയാണ്. ദിസ് ഈസ് എ നാച്ചുറൽ നമ്പർ, ദിസ് വൺ ഈസ് അനദർ നാച്ചുറൽ നമ്പർ. ഇഫ് യു ആഡ് 2 നാച്ചുറൽ നമ്പർ യു വിൽ ഗെറ്റ് അനദർ നാച്ചുറൽ നമ്പർ. ഓക്കെ, ദ സം ഓഫ് 2 കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ദാറ്റ് ഈസ് ദി ക്ലോഷർ ലോ. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരവും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കൂട്ടി കഴിയുമ്പോൾ കിട്ടിയ ഇതിന് പ്രത്യേകത എന്താ? ഇതും ഒരു കോംപ്ലക്സ് നമ്പറാണ്. Suppose this is Z1 and this is Z2, then you will get, after addition you will get another complex number, that is Z3. Okay. The commutative law for any complex numbers Z1 and Z2, Z1 plus Z2 is equal to Z2 plus Z1. Let's check. 1 plus 3 എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ 4 ആണ്. തിരിച്ചു പറഞ്ഞാലോ 3 plus 1 അത് എന്ത് തന്നെയാണ്? 4 ആണ്. അതുപോലെ നമ്മൾ Z1 Z2 കൊണ്ട് കൂട്ടുന്നതും തിരിച്ചു കൂട്ടുന്നതും Z2 plus Z1 കൂട്ടുന്നതും സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് നോൺ ആസ് ദി കമ്മ്യൂട്ടേറ്റീവ് ലോ. ദെൻ അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 plus 2 plus 3 മൂന്ന് കൂട്ടുക, എത്ര കിട്ടും? നിങ്ങൾക്ക് 6 കിട്ടും. ഇത് ഏതൊക്കെ രീതിയിൽ കൂട്ടാം? ആദ്യം 1 plus 2 മാത്രം സെപ്പറേറ്റ് കൂട്ടി നോക്കി, 3 plus 3 എത്ര കിട്ടും? 6. ഓക്കെ, ഇനി അങ്ങനെ അല്ലാതെ ഈ 2 plus 3 മാത്രം സെപ്പറേറ്റ് കൂട്ടി നോക്കി, 2 plus 3 മാത്രം, അപ്പോൾ എത്ര കിട്ടും? 5. ഇവിടെ എത്രയുണ്ട്? 1 plus 5 ഇതാണ് again 6. ക്ലിയർ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മൂന്ന് നമ്പറുകളുണ്ട്. Z1, Z2, Z3 3 നമ്പറുണ്ട്. അത് ആദ്യത്തെ 2 നമ്പർ തമ്മിൽ കൂട്ടിയതിന് ശേഷം മൂന്നാമത്തെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണോ, ആൻസർ എന്താണോ അത് തന്നെയായിരിക്കും അവസാനത്തെ 2 തമ്മിൽ കൂട്ടിയതിന് ശേഷം ആദ്യത്തേത് കൂട്ടുമ്പോൾ കിട്ടുന്നത്. രണ്ടും സെയിം ആയിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് അസോസിയേറ്റീവ് ലോ. ക്ലിയർ? അപ്പോൾ അഡീഷൻ അസോസിയേറ്റീവ് ആണ്. Then next one is the existence of additive identity. Additive identity എന്താണ് ഐഡന്റിറ്റി? നമ്മുടെ ഐഡന്റിറ്റി നമ്മളായി ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐഡന്റിറ്റി അല്ലേ? നമ്മളെ തിരിച്ചറിയ ഐഡന്റിറ്റി കാർഡ് ഇന്നയാളാണ്. അതുപോലെ there is exist a complex number 0 plus I0. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്, 0 കോംപ്ലക്സ് നമ്പറാണ്. called the additive identity or the zero complex number, such that for every complex number z plus 0 is equal to z. അതായത് ഇപ്പോൾ 5 എന്ന സംഖ്യയോട് എന്ത് കൂട്ടിയാലാണ് വീണ്ടും 5 തന്നെ കിട്ടുക? ഇറ്റ് ഈസ് വെരി ഈസി. പ്ലസ് 0. അപ്പോൾ 0 ആണ് എന്ത്? അഡിക്റ്റീവ് ഐഡന്റിറ്റി. ഉണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ട് സാറ് പറയുന്നത്? 0 നമുക്ക് എങ്ങനെ എഴുതാം? 0 ഈസ് ഈക്വൽ ടു എന്താണ്? 0 plus I0. So 0 is another complex number. That complex number is known as zero complex number. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനോട് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഒരു 0 കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ട് 0 കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എന്ത് പറയാം? അഡിക്റ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. ഓക്കെ. ദ എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഇൻവേഴ്സ്. എന്താണ് അഡിക്റ്റീവ് ഇൻവേഴ്സ് നോക്കാം. To every complex number z is equal to aib, we have the complex number minus a plus ib and on the opposite, that is minus z, called the additive inverse or negative of z. We observe that z plus z minus z is equal to 0. Clear? നമുക്കറിയാം നമ്മൾ അഡീഷനിൽ തന്നെ അതുണ്ട്. അപ്പോൾ 5നോട് എന്ത് കൂട്ടിയാലാണ് നമുക്ക് ഉത്തരം 0 കിട്ടുക? വെരി ഈസി. 5നോട് നിങ്ങൾ പ്ലസ് -5 ആഡ് ചെയ്യണം. ഉണ്ടോ? അപ്പോൾ എന്താവും? 5 minus 5 equal to 0. Similarly, if there is an z, what is the additive inverse? Additive inverse is equal to minus z. Okay? Okay. Next is difference of two complex numbers. രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ z1 minus z2 ചെയ്യണം എന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി? z1നോട് മൈനസ് z2 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണ്? ഒന്നും പറയാം. ഇപ്പോൾ 5 പ്ലസ് -6 എന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? 5 ഈ പറയുന്ന പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ നമ്മൾ മൈനസ് എടുക്കുമെന്ന് പഠിച്ചിട്ടില്ലേ? 5 - 6 ഇങ്ങനെയല്ലേ ചെയ്യാം. അപ്പം അതുപോലെ ഒരു കോംപ്ലക്സ് നമ്പർ z1 മൈനസ് അനദർ കോംപ്ലക്സ് നമ്പർ z2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ചെയ്യാം. എന്ത്? z1 പ്ലസ് മൈനസ് z2 കണ്ടോ? രണ്ടേ കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ ഇവിടെ 6 plus 3i it is z1 മൈനസ് 2 മൈനസ് i ഇത് മറ്റൊരു കോംപ്ലക്സ് നമ്പർ z2. ഇത് രണ്ടും കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യത്തെ ഇത് അങ്ങോട്ട് എഴുതുകയാണ് z1, ദെൻ ആഡ് ചെയ്യുന്ന സിമ്പിൾ കണ്ടോ? പ്ലസ് ദെൻ എന്താണ് ഇവിടെ ഉള്ളത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം. ഇവിടെ +2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് -2 എഴുതി. ഇവിടെ -i ആണ്, നമ്മളിവിടെ +i എഴുതി. ക്ലിയർ? ഇനി നമുക്ക് ആഡ് ചെയ്യാൻ അറിയാമല്ലോ. 6ഉം -2ഉം കൂടി ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 4. ദെൻ 3യും ഇവിടെ ഐയുടെ ഒപ്പം ഒന്നുമില്ലെങ്കിൽ 1 സങ്കല്പിക്കുക. കണ്ടോ? 3 + 1 ദാറ്റ് ഈസ് 4. അപ്പോൾ 4i. ക്ലിയർ? ഒന്നുകൂടി സാർ പറയാം. ആദ്യം തന്നിരിക്കുന്നത് 6 + 3i. അപ്പോൾ 6 + 3i എന്നിങ്ങനെ എഴുതാം. ക്ലിയർ? ദെൻ ഒരു പ്ലസ് ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് എന്താണോ നിങ്ങൾക്ക് ചോദിച്ചു തന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാം. ദാറ്റ് ഈസ് -2. ഇവിടെ മൈനസ് ആണെങ്കിൽ എന്താണ്? +i. ക്ലിയർ? ഈ വെറുതെ i എഴുതിയതിൻ്റെ അർത്ഥം അതിൻ്റെ *1 എന്നാണ്. അതിൻ്റെ കൂടെ ആരുണ്ട്? 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താണ് റിയൽ പാർട്ടുകൾ നമ്മൾ കൂട്ടുമ്പോൾ ഇത് ഈ +6ഉം -2 കൂടി കൂട്ടുമ്പോൾ 6 - 2 ദാറ്റ് ഈസ് 4. ക്ലിയർ? ഇതിന് ഇവിടെയുള്ള റിയൽ പാർട്ട് 3യും 1 കൂടി കൂട്ടാം. ദാറ്റ് ഈസ് 4.
again 4. Then കൂട്ടത്തിൽ എന്ത് എഴുതണം? I എഴുതണം. ഇവിടെയും I ഉണ്ട്, ഇവിടെയും എന്താണ് I ഉണ്ട്. സെൻറ്ററിൽ എന്താണ് ഈ പോസിറ്റീവ് സൈൻ. ക്ലിയർ? ഓക്കെ. ഈ സൈൻ എങ്ങനെ കിട്ടുന്നത്? ഈ 4 നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ മൈനസ് വരും, കണ്ടോ? അപ്പം ഈ സൈൻ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സൈൻ ഓഫ് ദിസ് നമ്പർ. ക്ലിയർ? ഈ നമ്പറിൻ്റെ ചിഹ്നമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. So this is known as the subtraction or difference of two complex numbers. Another example, മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2 minus I minus 6 plus 3i. തിരിച്ച് ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ച് ചെയ്യണം. അതായത് Z2 മൈനസ് Z1 നമ്മൾ ചെയ്യണം. അപ്പോൾ സെയിം ആൻസർ കിട്ടും? ഇല്ല, നോക്കിക്കോളൂ. ഈ 2ഉം അത് തന്നെ ഈ മൈനസ് മാറ്റി ഇവിടെ പ്ലസ് ആക്കണം, കണ്ടോ? സോ ദിസ് ബിക്കം പ്ലസ്, this become minus, this is minus. നേരെ ഓപ്പോസിറ്റ്, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. സോ 2 മൈനസ് 6 കൂടി നമ്മൾ കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് -4. ഹൗ? ബിക്കോസ് 6 is larger. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് സബ്സ്ട്രാക്ട് ദ സ്മോളസ്റ്റ് ഫ്രം ദ ലാർജർ, ദെൻ പുട്ട് ദ സൈൻ ഓഫ് ദ ലാർജർ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കണം. ദെൻ ഹിയർ ഇവിടെ ദിസ് ഇസ് 1 -1 plus -3, that is -4. Clear? Into I. Okay. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് ഒരു കാര്യം, ഇത് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയല്ല. അതായത് Z1 minus Z2 is not equal to Z2 minus Z1. Okay? This multiplication of two complex numbers, രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. That Z1 is equal to A plus IB and Z2 is equal to C plus ID. രണ്ട് കോംപ്ലക്സ് നമ്പറുകളുണ്ട് എന്ന് വിചാരിക്കാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യണ പോലെ A into C ചെയ്യാതെ. So this you will get AC. Clear? Then again A into ID ചെയ്യാം. So you will get plus AID. Okay? then അടുത്തത് IB into C. സെക്കൻഡ് വൺ ഉപയോഗിച്ച് എല്ലാത്തിനെയും ഗുണിക്കാം. സോ IBC. ക്ലിയർ? then IB into ID. സോ ദിസ് ഇസ് I രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ I സ്ക്വയറിന് എഴുതണം. I സ്ക്വയർ ഇൻറ്റു BD. ക്ലിയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട് I സ്ക്വയർ എത്രയാണ് അല്ലേ? എങ്ങനെയാണത് ഓർത്തിരിക്കുക? I raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് 1 എന്ന് ഓർത്തിരിക്കുക. I raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I എന്ന് ഓർത്തിരിക്കുക. then ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാം. I സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് -1. I ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -I. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? 0 1 1 I കണ്ടോ? നേരെ ഓപ്പോസിറ്റ് 1I -1 -I. അപ്പോൾ I സ്ക്വയറിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് -1. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഈ I സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ദിസ് ഇസ് -1 ഇൻറ്റു BD -BD. സോ ദിസ് ബിക്കം -BD. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഇസ് AC പ്ലസ് AID പ്ലസ് IBC. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിലും കോമൺ ആയിട്ട് I ഉണ്ട്. അതുകൊണ്ട് ഈ ടൈം നമ്മളിവിടെ നിർത്താം. ഈ -BD ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ക്ലിയർ? സോ ദിസ് ബിക്കം AC മൈനസ് BD. അത് ബ്രാക്കറ്റിനകത്തിടാം. പ്ലസ് ഇപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് I ഉള്ളതുകൊണ്ട് I പുറത്തേക്ക് എടുത്തു. ദെൻ ബ്രാക്കറ്റിനകത്ത് ഇവിടെ A ഇൻറ്റു D, AD പ്ലസ് BC. ഇങ്ങനെയായിരിക്കും നമ്മൾ ഗുണിച്ച് വരുമ്പോൾ കിട്ടുക. മനസ്സിലായി? അതൊരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഓക്കെ, ലൈക്ക് ദിസ്. Z1 into Z2 is equal to AC minus BD plus I into AD plus BC. ഇത് ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. നമുക്ക് 3 നമ്പറുകളുണ്ട്, ABCD, ABCD, 4 നമ്പർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്? AC. 1 ഇടവിട്ടാണ് അത് AC. കണ്ടോ? അപ്പോൾ അത് എഴുതുക. ഇതിനടുത്തത് BD കണ്ടോ? അപ്പോൾ AC മൈനസ് BD. ഇതിന് വരുന്നതാണ് ലാസ്റ്റത്തെ AD കണ്ടോ? BC. ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതായത് ഒന്നിടവിട്ട് AC, ഇതെങ്ങനെയാണ് AC, ഇതിനടുത്തത് BD മൈനസ് BD, അതിന് ശേഷം പ്ലസ് I ഇൻറ്റു
ബ്രാക്കറ്റിനകത്ത് ഇനി അറ്റത്ത എ ഡി പ്ലസ് പിന്നെ നടുവിലത്തെ ബി സി കേട്ടോ. സോ ഇഫ് യു അപ്ലൈ ദിസ് ഫോർമുല യു ക്യാൻ മൾട്ടിപ്ലൈ ഫാസ്റ്റ്ലി. ഓക്കെ, സോ സപ്പോസ് ഇത് രണ്ടുമാണ് നമുക്ക് ഗുണിക്കേണ്ടതെന്ന് വിചാരിക്കുക. അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല എന്ത് ചെയ്യണം? ഇത് 3 എഴുതാം. 3, 2, 3, 5, 2, 6. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് 1 ഇടവിട്ട് 3 × 2 that is 6 മൈനസ് എന്താണ് 5 × 6 എത്രയാണ് 30. 6 മൈനസ് 30 പ്ലസ് അറ്റത്ത് 3 I into 18 plus then 5 into 10, 5 into 10. So the answer is 6 minus 30 is equal to minus 24 plus 28i or I28. So this is the answer. Very easy. Clear? Okay. Next is the closure law. The product of two complex numbers is a complex number. The product Z1 Z2 is a complex number for all complex numbers Z1 and Z2. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്ലോഷർ ലോ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ നമ്മൾ ഗുണിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? കോംപ്ലക്സ് നമ്പർ തന്നെ ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ. എന്താണ് കമ്മ്യൂട്ടേറ്റീവ്? Z1 × Z2 ചെയ്താലും തിരിച്ച് ചെയ്താലും എന്താണ് സെയിം ആയിരിക്കും. ഉണ്ടോ? ഓക്കെ. then ഇത് അസോസിയേറ്റീവ് ലോ. 3 എണ്ണം വരെയാണ്. Z1 × Z2 × Z3 അത് ചെയ്താലും തിരിച്ച് Z1 × Z2 Z3 ചെയ്താലും സെയിം ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ഈസ് അസോസിയേറ്റീവ് ലോ. അത് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ബാധകമാണ്. ഉണ്ടാവും 1, 2 ഇത് രണ്ടും ആദ്യത്തെ 2 ഗുണിച്ചതിന് ശേഷം മൂന്നാമത്തെ ഗുണിക്കുന്നതും അല്ല ആദ്യത്തെ അവിടെ നിർത്തിയിട്ട് അവസാനത്തെ 2 ഗുണിച്ചിട്ട് പിന്നീട് ഗുണിക്കുന്നതും എന്താണ് സെയിം ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. There exists the complex number I1 plus I0 denoted as 1 called the multiplicative identity such that Z into 1 is equal to Z. നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞ വാർത്തയുണ്ടോ? ഇസഡിനോട് എന്ത് കൂട്ടിയാലാണ് വീണ്ടും ഇസഡ് കിട്ടുന്നത്? We call it as 0. ഓക്കെ. സിമിലർലി ഇസഡിനോട് എന്ത് ഗുണിച്ചാലാണ് വീണ്ടും ഇസഡ് കിട്ടുക? That is very easy. 1. So 1 is known as the multiplicative identity. Okay. That's all. The existence of multiplicative inverse. Multiplicative inverse കുറച്ചും കൂടി എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും എളുപ്പമാണ് മനസ്സിലാക്കാൻ. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇസഡിനോട് എന്ത് ഗുണിച്ചാലാണ് അത് 1 ആവുക? ഓക്കെ. നമ്മൾ നേരത്തെ അഡിറ്റീവ് ഇൻവേഴ്സ് പഠിച്ചില്ലേ? ഇസഡിനോട് എന്ത് കൂട്ടിയാലാണ് അത് 1 ആകാൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മൈനസ് ഇസഡ് കൂട്ടണം എന്ന് പറഞ്ഞു ഇല്ലേ? സിമിലർലി ഇസഡിനോട് എന്ത് ഗുണിച്ചാൽ 1 ആവും? ഇസഡിനെ ഇസഡ് വെട്ടിപ്പോണം. അപ്പോൾ അതായത് 1/Z കൊണ്ട് ഗുണിക്കണം. ദിസ് 1/Z is known as the multiplicative inverse. Clear? Multiplicative identity. Okay. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ. ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോർ എനി 3 കോംപ്ലക്സ് നമ്പർ Z1 Z2 Z3 ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താണെന്ന് നോക്കാം. എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ? വെരി ഈസിയാണ്. Z1നെ ഈ ബ്രാക്കറ്റിൻ്റെ കൂടെ ഗുണിക്കാം. സോ Z1 Z2 then again Z1നെ Z3 കൊണ്ട് ഗുണിക്കണം. Z1 Z3 this is known as distributive law. തിരിച്ചു പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് എടുക്കണം? Z3 × Z1 Z3 × Z2 ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ ആണ്. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം നമുക്ക്? സപ്പോസ് there is 2 കോംപ്ലക്സ് നമ്പർ Z1 and Z2 രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? Z1നെ Z2 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിനെ അവിടെ ഇടുക ഇൻറ്റു 1 ഡിവൈഡ് ബൈ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ലൈക്ക് ദിസ് കണ്ടോ? സപ്പോസ് ഫോർ എക്സാമ്പിൾ Z1 ഇവിടെ തന്നേക്കണം 6 + 3 ആയും Z2 - 3 ആണ്. അപ്പോൾ നമ്മൾ എന്താ ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ 6 + 3 ആയി അവിടെ ഇടുക ഇൻറ്റു രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിനെ 1 ഡിവൈഡ് ബൈ 2 - ആയി ഇടുക. ഓക്കെ. ക്ലിയർ? ഇനി ഇതിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് സാറ്. അതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 + i. കോൺജുഗേറ്റ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 + i. ക്ലിയർ? എന്താണ് കോൺജുഗേറ്റ്? ഈ മൈനസ് മാറ്റി ഇവിടെ പ്ലസ് ആക്കി അത് എന്താണ് കോൺജുഗേറ്റ്. അപ്പോൾ മുകളിൽ എന്താണെന്ന് വെച്ചാൽ 2 + i ആവും.
ഇൻറ്റു ഇത് അങ്ങനെ തന്നെ താഴെ എഴുതുക 2 + i ഡിവൈഡഡ് ബൈ 2 - iയും 2 + iയും തമ്മിൽ ഗുണിക്കുക. അതായത് ഇത് a - b × a + b ആ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ a² - b² എന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് 2² - b² അവിടെ i ആണ്, i². സോ വി നോ ദാറ്റ് ദിസ് ബിക്കം ഓൺലി ദിസ്. ഇത് മാത്രമാണ് സാർ ഇപ്പോൾ ചെയ്യണേ. ഇതെവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ 2 + i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ട്. ഇതാണ് 2 + i ഡിവൈഡഡ് ബൈ ഹിയർ 2² എന്ന് പറഞ്ഞാൽ 4 മൈനസ് i² എന്ന് പറഞ്ഞാൽ -1, 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദിസ് ബിക്കം 5. ക്ലിയർ? പുറത്തായി കിടപ്പുണ്ട് 6 + 3i ഉണ്ട്. സോ ദിസ് ബിക്കം 6 + 3i into 2 + i divided by 5. Clear? So finally you reach this. ഇവിടം വരെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, 6 + 3i 2 + i 5. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇത് തമ്മിൽ എന്താണ് ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗുണിച്ച് നോക്കാം. ഗുണിക്കുമ്പോൾ 6 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. 6 × i is equal to 6i. So അതിവിടെ 12 + 6i. Okay, then 3i into 2 6i again 6i. Then 3i into i, that is plus 3i². i² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ദിസ് ബിക്കം -3 നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 12ഉം ഇവിടെയുള്ള -3യും കൂടി ആദ്യം എഴുതാം. പിന്നെ എന്ത് എഴുതണം? i എഴുതിയിട്ട് ഈ 6ഉം 6ഉം കൂടി കൂട്ടി ഇവിടെ എഴുതാം. കാരണം രണ്ടിലും i ഉണ്ട് 6ഉം ഉണ്ട്. അപ്പോൾ i പുറത്തെടുക്കുക. 6 + 6. ക്ലിയർ? സോ 6 + 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 - 3 9 ആണ്. 9 + 12i 1/5 into 9 + 12i. ദിസ് ഈസ് ദ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പവർ ഓഫ് i. ഐയുടെ പവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. എന്നാൽ ഒരിക്കൽ കൂടി പറയാണ്, കാരണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ i³ എങ്ങനെയാണ് ഒരാൾ i³ കാണുക എന്നുള്ളത്? i³ ഈസ് ഈക്വൽ ടു എന്താണ്? ആക്ച്വലി ദിസ് ഈസ് i² into i. ക്ലിയർ? ആൻഡ് വി നോ ദാറ്റ് വാട്ട് ഈസ് i²? ദാറ്റ് ഈസ് -1. -1 into i is equal to -i. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ബേസിക് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. i⁴. i⁴ നമുക്ക് i² എന്ന് എഴുതാം. i² ഓൾറെഡി അറിയാം -1 ആണ്. സോ -1 × സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് +1 ആണ്. ക്ലിയർ? ദെൻ സിമിലർലി i⁵ എന്ന് പറഞ്ഞാൽ i² സ്ക്വയർ ഇൻറ്റു i. അതായത് i⁴ എത്രയാണോ അതിനെ വീണ്ടും i കൊണ്ട് ഗുണിക്കുന്നത്. ദാറ്റ് ഈസ് -1² i² എന്ന് പറഞ്ഞാൽ -1² ഇൻറ്റു i ദാറ്റ് ഈസ് ഈക്വൽ ടു i. ഇനി നമുക്ക് വേണമെങ്കിൽ മിനി സാർ ചെയ്യുന്നില്ല, ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് എങ്ങനെയാണ് ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ i⁵ ആണ് കാണേണ്ടത് വിചാരിക്കും. അപ്പോൾ ഇത് ഓഡ് നമ്പറാണ്. 5 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് i into -1 into whole raised to 5 - 1/2. 5 - എന്ന് പറയുന്നത് 4. 4/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. സോ i into -1 × സ്ക്വയർ എത്രയാണ്? 1. സോ ദിസ് ഈസ് ഈക്വൽ ടു i. ക്ലിയർ? അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ സംഖ്യ വന്ന ഈ ഫോർമുല ഉപയോഗിച്ചിട്ടും ഓഡ് നമ്പർ വരികയാണെങ്കിൽ, സപ്പോസ് ഈവൺ നമ്പർ 6 i⁶ കാണുന്നത് ഈവൺ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യണം? -1 യൂസിങ് ദിസ് ഫോർമുല (6/2) ദാറ്റ് ഈസ് 3 -1 whole cube. -1 × ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1 തന്നെയാണ്. -1 ൻ്റെ മീതെ ഒറ്റ സംഖ്യ വന്നാൽ -1 തന്നെയാണ് ആൻസർ. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്ന മുന്നത്തെ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് i⁻⁻1 ആണ്. i⁻⁻. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സംഖ്യ സപ്പോസ് 10⁻², എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങളിപ്പോൾ സയൻസിലൊക്കെ പഠിച്ചു കാണും. ദാറ്റ് ഈസ് 10² ആണ്. 1/10² ആണ്. സിമിലർലി i⁻⁻1 എന്നൊരാൾ പറഞ്ഞത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/i⁻1 ആണ്. കണ്ടോ? അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? വീണ്ടും i കൊണ്ട് ഗുണിക്കണം. ഇവിടെ i കൊണ്ട് ഗുണിച്ചു, മുകളിലും i കൊണ്ട് ഗുണിച്ചു. സോ മുകളിൽ ദിസ് ബിക്കം i, താഴെ എന്ന് പറഞ്ഞാൽ i × i². സോ ദിസ് ഈസ് ഈക്വൽ ടു i ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് i²? -1. അപ്പോൾ ഏതെങ്കിലും സംഖ്യേനെ -1 കൊണ്ട് ഹരിച്ച ഉത്തരം മൈനസ് ആണ്, -i. സോ ദാറ്റ് ഈസ് i⁻⁻1 is equal to -i. ക്ലിയർ?
നെക്സ്റ്റ് വൺ ഐ റേസ് ടു മൈനസ് 2 ആണെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഐ റേസ് ടു മൈനസ് 2 നമുക്ക് I1 ഡിവൈഡ് ബൈ ഐ സ്ക്വയർ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1. അഗെയിൻ എന്താണ് -1 നോട്ട് മൈനസ് ഐ. വീണ്ടും ഐ റേസ് ടു മൈനസ് 3 ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് 1 ബൈ ഐ ക്യൂബ് എന്ന് എഴുതാം. ക്ലിയർ? ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എന്താണ് ഐ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഐ ക്യൂബ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇത് അല്ലാതെ ചെയ്തിരിക്കുകയാണ്. 1 ഡിവൈഡ് ബൈ മൈനസ് ഐ എടുത്തിട്ട് ചെയ്തിരിക്കുകയാണ്. കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു സംഖ്യ ആലോചിക്കുക. 0 1 2 3 ഇങ്ങനെ ആലോചിക്കുക. ദിസ് ഈസ് 1 ദെൻ എന്താണ് ഐ ദെൻ -1 ദെൻ -i. ഈ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഐ ക്യൂബ് എന്നുള്ളത് എന്താണ് ഇവിടെ നോക്കുക. ക്യൂബ് വരുമ്പോൾ എന്താണ് -i. സോ -i നമുക്ക് ഹരിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുകയാണ്? ഐ കൊണ്ട് താഴെ ഗുണിക്കുകയാണ്, ഐ കൊണ്ട് എന്താണ് മുകളിൽ ഗുണിക്കുകയാണ്. ക്ലിയർ? സോ മുകളിൽ നമുക്ക് എന്താവും ഐ വരും, താഴെ നമുക്ക് എന്താവും മൈനസ് ഐ ഇൻറ്റു ഐ ദറ്റ് ഈസ് മൈനസ് ഐ സ്ക്വയർ. ക്ലിയർ? ദിസ് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ മൈനസ് ഇൻറ്റു I square. What is I square? That is -1. So -1 into -1 positive 1. So this become I divided by 1. So this is equal to I. Clear? Okay. Then next the square root of a negative real number എന്ന് പറയുന്നത് എന്താണ് നോക്കുക. സ്ക്വയർ റൂട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും 4 എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെ കിട്ടുന്നതാണ്? 2ന്റെ സ്ക്വയർ 4 അതുപോലെ -2ന്റെ സ്ക്വയർ 4. അപ്പോൾ നമ്മൾ പറയും 4ന്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് വെച്ചാൽ അത് 2 അല്ലെങ്കിൽ എന്ത് പറയാം -2 ഇത് നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി അകത്ത് കിടക്കുന്ന ആളാണ് 2. ക്ലിയർ? അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഗുണിക്കുമ്പോൾ ഇതും തമ്മിൽ ഗുണിച്ച് റൂട്ടിനകത്ത് ഇടണം. 2 ഇൻറ്റു 2 is equal to √4 again is equal to 2. ക്ലിയർ? അതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ √a ഇൻറ്റു √b ഇസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും √a ഇൻറ്റു b ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ √6 ഇൻറ്റു √6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? √6 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു √36 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്താ. അപ്പോൾ റൂട്ടിലുള്ള സംഖ്യകൾ തമ്മിൽ പരസ്പരം ഗുണിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള സംഖ്യ എന്താണ് ഉത്തരം കിട്ടും. പക്ഷേ √-1 that is our I into √-1 actually this is our I into I. We know that I into I is equal to I square is equal to what? I square is equal to -1. Clear? Okay. So നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ അകത്ത് √AB ചെയ്ത പോലെ -1 ഇൻറ്റു -1 ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുക? √1 പോസിറ്റീവ് ആൻസർ 1 അല്ല കിട്ടുക. പക്ഷേ ഐ സ്ക്വയറിൻ്റെ ആൻസർ എന്താണ്? -1 ആണ്. അപ്പോൾ അതായത് ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ √a ഇൻറ്റു √b ഇസ് ഈക്വൽ ടു √ab ഇത് ഓൺലി ഹോൾഡ് ഫോർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് നോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്. ക്ലിയർ? അതുകൊണ്ടാണ് ഇപ്പോൾ √3i ഹോൾ സ്ക്വയർ അതിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? √3യുടെ സ്ക്വയറും ഐയുടെ സ്ക്വയറും 3 ഇൻറ്റു -1 ദാറ്റ് ഈസ് -3. ക്ലിയർ? സിമിലർലി -√3i സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും -√3 സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -3. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്താണ് എന്തിൻ്റെയാണോ നമ്മൾ സ്ക്വയർ കാണുന്നത് അപ്പോൾ ആൻസർ സെയിം കിട്ടുന്നു. അപ്പോൾ 4 എന്ന ആൻസർ നമുക്ക് എന്താണ് -2ൻ്റെ സ്ക്വയർ കാണുമ്പോഴും കിട്ടുന്നുണ്ട്, 2ൻ്റെ സ്ക്വയർ ആകുമ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് ആര്? -2. സിമിലർലി -3 എന്ന് പറഞ്ഞ ആൻസർ നമ്മൾ √3i സ്ക്വയർ ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്, -√3i സ്ക്വയർ ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ -3യുടെ റൂട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? √3iയും -√3iയും ആണ്. ക്ലിയർ ആണോ? So therefore the square root of -3 are √3i and -√3i also. So ഇവിടെ നേരത്തെ പറഞ്ഞ തിയറിയാണ്. ഈ തിയറി നമുക്ക് അസ്യൂം ചെയ്യാം റിയൽ നമ്പേഴ്സിന് മാത്രം. കണ്ടോ? √1 ഇങ്ങനെയാണ് ആക്ച്വലി വരേണ്ടത്, പക്ഷെ അങ്ങനെ വരുന്നില്ല. -1 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? which is a contradiction that √a into √b is not equal to √ab if both a and b are negative real numbers. Okay.
നെക്സ്റ്റ് ഈസ് അതിൻ്റെ മറ്റ് പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാൻ മോഡുലസ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 5. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ലൈവാണ്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈവിലുള്ള സമയത്ത് നിങ്ങൾക്കത് നേരിട്ട് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ച് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ചില വീഡിയോസ് പ്രൈവറ്റ് ആയിരിക്കും. അത് ലൈവിന് ശേഷം നമ്മൾ ഓൺലൈനിൽ ചേർന്ന കുട്ടികൾക്ക് മാത്രം കാണാവുന്ന രീതിയിലേക്ക് അത് മാറ്റുന്നതാണ്. അപ്പോൾ പരമാവധി ലൈവിൽ തന്നെ എല്ലാ വീഡിയോസും കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലൈവ് എന്തായാലും നമ്മളൊരു 10-15 മിനിറ്റ് പരമണിക്കൂർ മുന്നേ ഒക്കെ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.